ഹായ്, ഞാൻ ഇന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ റിവർ ടൂറിസം ഒക്കെ നടത്തിയിട്ടുള്ള പുഴയ്ക്കൽ പാടത്താണ്. ഇവിടെ അടിപൊളി മഴ പെയ്യുണ്ട്. ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഈ അടിപൊളി, ഒരു ജാതി, ഭയങ്കര സൗന്ദര്യം എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട, നമ്മളൊരു തൃശ്ശൂർക്കാരല്ലേ അടിപൊളി എന്നൊക്കെ പറയില്ലേ, ഒരു ജാതി മഴ. ഏത് ജാതി എന്ന് ചോദിക്കരുത് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ വെള്ളം കയറണ കാണുമ്പോൾ ചെറിയൊരു ആശങ്കയുണ്ട്. ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റയ്ക്കൊക്കെ ഈ വഴി കൂടി ആണെന്നുകൊണ്ട് വെള്ളം വരണം. എന്തായാലും വെസ്റ്റ് നല്ല ഒഴുക്കുണ്ട്. ഞാൻ ഈ അടിപൊളി കൊടയൊക്കെ ഏറ്റെടുത്തിട്ടുള്ള കാരണം നമുക്ക് മഴ അങ്ങനെ കൊള്ളില്ല. പിന്നെ ഒരു നീരുവീഴ്ചപ്പനിയുണ്ട്. എങ്കിലും പിന്നെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അടാട്ടൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം കയറുന്നതിൻ്റെ ഒരു ലാഞ്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലായാലും വെള്ളം കയറുമ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടാവുമല്ലോ. കാരണം അവരവരുടെ വീട്ടിൽ വരുമ്പോഴും നമ്മൾ പറയില്ലേ, ഈ കൊടയും കുറിച്ച് നിന്റെ വീട്ടിൽ വരുന്ന പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെത്തുമ്പോഴാണ് ഏത് വിഷയവും, അത് മരണമായാലും അത് എന്ത് വിഷയമായാലും നമ്മുടെ വീടിനെ ബാധിക്കുമ്പോഴാണ് നമ്മൾക്കൊരു ചൂടുണ്ടാവുള്ളൂ. അതുവരെ നമുക്കൊന്നും വിഷയമില്ല. അവിടെ ഒരാൾ തല്ലിക്കൊന്നു, അത് അവരല്ല എന്ന് പറയും. ഇവിടെ ഒരാൾ മരിച്ചു, അത് അവരല്ല. ഈ കൊടയും കുറിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരും, അങ്ങനെ ഉണ്ടായില്ലോ, അത് മറ്റുള്ളവർ പറയാം അത് അവരല്ലേ എന്ന് പറയും. അപ്പം ഇതെന്താ പറയാൻ കാരണം എന്നുണ്ടെങ്കിൽ, ഇതൊരു ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു കോമഡി രൂപത്തിൽ ഇങ്ങനെ പറയാറുണ്ട്. ഇതെന്താ പറയാൻ കാരണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അടാട്ടൊക്കെ ഒരു വിധം കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളമൊക്കെ വന്നു തുടങ്ങിയെന്നാണ് ഞാൻ അവിടുത്തെ മെമ്പർ രാജശേഖരനോട് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത്. നമ്മുടെ ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ ആൾ പറഞ്ഞു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വരുന്നുണ്ട്. മഴ പെയ്യണതിനെ നമുക്ക് തടുക്കാനൊന്നും പറ്റില്ല അല്ല. ഇപ്പോൾ ഇന്നാണ് നന്നായിട്ട് ഇങ്ങനെ മഴ കണ്ടായതുകൊണ്ട്. അപ്പോൾ മഴേനെ നമുക്ക് തടുക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അതിൻ്റെ പ്രതിവിധികൾ ചെയ്യാൻ പറ്റും അല്ല, ശരിയല്ല അത്? അപ്പം ഞാനത് ഒരിക്കൽ കൂടി പറയുകയാണ്. അതിൻ്റെ പ്രതിവിധികൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഞാനും ഒരു അടാട്ട് നിവാസി തന്നെയാണ്. അപ്പോൾ കൂടുതലായിട്ട് പറയുന്നില്ല. എന്തായാലും ചിലപ്പോൾ ഇന്നത്തെ കൂടി മഴ നിൽക്കുമെന്ന് വിചാരിക്കാം. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അല്ല. ഞങ്ങൾ പറഞ്ഞ പോലെ ബ്രദേഴ്സൊക്കെ പറയണേ, ഞാൻ പ്രാർത്ഥിക്കാട്ടാന്ന് പറയും. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാന്ന് പറയും. അപ്പോൾ അതിൽ ഫുള്ളായിട്ട് പരിഹാരമായി എന്നാണ് പറയാം. നമുക്ക് മാനുഷികമായിട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്യാതെ